ഹലോ, കുറേ ആയില്ലേ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണുന്നു. എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ വളരെ സിമ്പിളായി എൻ്റെ ഒരു ഡേ കണ്ടാലോ. മോർണിംഗ് ആസ് യൂഷ്വൽ ഞാൻ വർക്കിന് പോയി. അപ്പോൾ അന്നത്തെ ഡേ ഭാരത് ബന്ദ് ആയതുകൊണ്ട് തന്നെ ആൻഡ്രൂ സോനു വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ടീമിൽ ഞാനും നിഷയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ട് ചെന്നപ്പോൾ തന്നെ സെർവർ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചിടം വെറുതെ ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നെറ്റൊക്കെ വന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. മേലൊക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ വിശന്നു. പിന്നെ ഒരു 11 കാലൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അമ്മ വെച്ച ഫ്രൂട്ട്സ് കഴിച്ചു. മീൻവെൽ നിഷ ബാക്ക് സൈഡ് വഴി ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കി. ഭാരത് ബന്ദ് ആയതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ സമൂസയും ചായയും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ സഞ്ചരിച്ച് നിഷ കിട്ടിയതായിട്ടൊക്കെ തിരിച്ചു വന്നു. അതൊക്കെ കഴിച്ച് കുറച്ചേരം ഇരുന്നപ്പോൾ തന്നെ ലഞ്ച് ബ്രേക്ക് ആയി. പിന്നെ നേരെ ക്യാൻറ്റീനിലോട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായി. രണ്ടമ്മമാരും വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ച് പിന്നെയും ബാക്ക് ടു വർക്ക്. പിന്നെ ഒരു 4-5 ആയപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഓഫീസിന്റെ ഫ്രണ്ടിലത്തെ കടയായ ടീ ക്യാപിറ്റലിൽ ചെന്നൊന്ന് എത്തി നോക്കി. അപ്പത്തേനും സന്തോഷം. പ്രതീക്ഷിച്ചു പോയ സമൂസയൊന്നും കിട്ടിയില്ലെങ്കിലും കോഫിയോടൊപ്പം കഴിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കട്ട്ലറ്റെങ്കിലും കിട്ടി. ആൻഡ് ദെൻ പിന്നെയും ബാക്ക് ടു വർക്ക്. അതിനുശേഷം ഒരു 6 മണിയായപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിറങ്ങി. എന്നെ അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിഷ നേരെ വീട്ടിലോട്ട് പോയി. പണിമുടക്കായതുകൊണ്ട് തന്നെ റോഡിലും മെട്രോയിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആലുവയിൽ നല്ല സുഖകരമായി യാത്ര ചെയ്തെത്തി. പാർക്കിങ്ങിൽ എന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ പോയി വണ്ടി എടുത്ത് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയതിന് ശേഷം ബാഗൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയി TV ഓൺ ചെയ്തു. പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞാൻ പോയി ഫ്രഷൊക്കെ ആയി വന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര വിശന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുന്ന ഒരു പാക്കറ്റ് യിപ്പി ഉണ്ടാക്കി കഴിക്കാമെന്ന്. ഇപ്രാവശ്യം വാങ്ങിച്ച പാക്കറ്റിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ ടോപ്പിംഗ്സ് ഉണ്ടായിരുന്നു. അത് ആഡ് ബിഫോർ സെർവിംഗ് എഴുതിയിട്ടുണ്ടായതുകൊണ്ട് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. റെഡ് ചില്ലി ഫ്ലേക്സിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് മാംഗോ ടാങ്കും കുടിച്ചു. അത് കഴിഞ്ഞ് റൂമിലെത്തി കുറച്ചു നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു. പിന്നെ ഉറക്കം വന്നപ്പോൾ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.